ഇവനെന്തോ ഉടായ്പ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ ദൈവം, എന്നെ കൊണ്ട് പണയം വെക്കാനാന്നോ? എടി, ഒരു പെണ്ണ് ഗർഭിണിയാവാൻ എത്ര നാൾ വേണം? ഒരാഴ്ച കൊണ്ട് ഗർഭിണിയാവോ? ഗർഭിണിയാവാൻ 2-3 മാസമൊക്കെ പിടിക്കും. എന്നിട്ട് നീ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗർഭിണിയായതോ? അത് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടമല്ലയോ, സമയവും സാഹചര്യം പോലെ. എന്നാലും ഒരു 2 മാസത്തിനുള്ളിൽ ആവുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ അപ്പൊ പ്രസവിക്കാനോ? അതിന് 10 മാസം പിടിക്കും. എന്താന്ന് കാര്യം? ഓ, 10 മാസം വേണമല്ലേ? നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ മനുഷ്യ? അല്ല, മോളെ കെട്ടിച്ചു വിട്ടപ്പോ തൊട്ട് എനിക്ക് ആകെ ഒരു ടെൻഷൻ. നിങ്ങൾക്ക് എന്താ മനുഷ്യ? പെണ്ണിനോട് കെട്ടിച്ച് വിട്ടേല്ല ഉള്ളു, അതിന്റെ ഇടയ്ക്ക് ഇനി ഗർഭവും പ്രസവവും പേരക്കുട്ടികളും ഒക്കെ ആലോചിക്കുവാണോ ഇരുന്നുകൊണ്ട്? എന്ന് പറഞ്ഞാ നമ്മുടെ മോടെ സ്വഭാവം പറയാൻ പറ്റത്തില്ല. വേണേ മറ്റേ വീണ്ടും വിളിച്ച് എൻ്റെ പെണ്ണിനെ ബ്രെയിൻ വാഷ് ചെയ്ത് നാളെ ഇറങ്ങിയാണ് പോയാലോ എന്നൊരു പേടി. പാവം പിടിച്ച നമ്മുടെ റോക്കി ബായിയെ ചതിച്ചിട്ട് അവളങ്ങനെ ചെയ്യുമോ എന്നൊരു ടെൻഷൻ. അതുകൊണ്ട് ഗർഭിണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. എൻ്റെ മോളെ അന്തസ്സുള്ളവളാ. അവനെ കെട്ടിങ്ങി അവൻ്റെ കൂടെ തന്നെ ജീവിക്കും, അല്ലാതെ അവിടുന്ന് എങ്ങും ചാടിയൊന്നും പോത്തില്ല കേട്ടോ. അവൾ എൻ്റെ പോലെ എൻ്റെ മോളാ. ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ ദുഷ്ടനായ നിങ്ങളുടെ കൂടെ ജീവിച്ചത്, അതുപോലെ അവൾ അവിടെ എല്ലാം സഹിച്ച് ജീവിച്ചോളും. എനിക്ക് അതല്ല വിഷമം, 12 വയസ്സിന്റെ വ്യത്യാസം. ഇനി അത് മിണ്ടരുത് കേട്ടല്ലോ. അച്ഛാ, എന്നാലും ചേച്ചി ആ ടാബ് കൊണ്ടുപോയത് മോശമായിപ്പോയി. എന്ത് ദുഷ്ടയാ അവള്. എനിക്ക് ടാബ് വേണം. അച്ഛ എവിടെ നേരം ഒരെണ്ണം മേടിച്ചതാ. പിന്നെ അവിടെ ഭർത്താവ് മേടിച്ചു കൊടുത്തത് അവള് കൊണ്ടുപോണ്ടേ കൊച്ചേ? അവൾക്ക് ഫോണുണ്ടല്ലോ. എന്തിനാ വിഷമിക്കുന്നേ? ഈ ലോകത്ത് ഒരു റോക്കി ബായി അല്ല, നീയും നല്ലൊരു റോക്കി ബായി അങ്ങ് വളച്ചെടുക്ക്. അവൻ മേടിച്ചു തരും. ടാബ് വേണോ, ഐഫോൺ വേണോ, എന്ത് വേണോലും അവൻ മേടിച്ചു തരത്തില്ല. നിങ്ങൾ ഇനി ആവശ്യമില്ലാത്തേക്ക് ആ പെണ്ണിന് തലയിലോട്ട് കയറ്റിക്കൊടു. ഇനി അവളിനി ആ വഴിക്ക് പോട്ടെ. ഒന്നാതെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അപ്പൊ പിന്നെ നാട്ടുകാരല്ലേ നമുക്ക് ചെലവിന് ഇരുന്നൊന്ന് പോയിടി. എനിക്ക് അയാളെ ഭർത്താവായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അപ്പോഴത്തെ വാശിക്ക് ഞാനങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളു. എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ വന്നതിന് ശേഷം ശ്വാസം മുട്ടല. എനിക്ക് പറ്റുന്നില്ല. അയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം നീ എന്തു പറയുന്നത്? അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടി. അവന് പൈസ വേണമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കിഡ്നിയോ ഹൃദയോ എന്തെങ്കിലും കൊടുക്കത്തില്ലായിരുന്നോ? അവൻ അതുകൊണ്ട് വിറ്റിട്ട് ജീവിച്ചുകൂടായിരുന്നോ? ഇങ്ങനെ എന്നെ ചതിക്കിച്ചിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തെ ആ ഒരു ഇതിന് ഞാൻ സമ്മതിച്ച് ഇന്നിപ്പോൾ കല്യാണം വരെ കഴിഞ്ഞ്. എടി, അപ്പം നീ എന്തോ പറയുന്നത്? നിനക്ക് അയാളെ വേണ്ടേ? അങ്ങനല്ല, എനിക്ക് അയാളോട് ഇഷ്ടമൊക്കെയാ. പക്ഷേ അയാളെ എനിക്ക് ഭർത്താവായിട്ട് കാണാനൊന്നും പറ്റത്തില്ല. എനിക്ക് അയാളെ ഒരു സഹോദരനെ പോലെ കാണാനൊക്കെ പറ്റത്തുള്ളൂ. നിനക്കൊക്കെ അഹങ്കാരമാ. നിനക്ക് എന്തോ വേണമല്ലോ അവിടെ വെച്ചുണ്ടാക്കി തിന്നാലോ. നെയ്ച്ചോറ് വേണമെങ്കിൽ നെയ്ച്ചോറ് വെച്ചുണ്ടാക്കി തിന്നാം, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി തിന്നാം, പത്തിരി വേണമെങ്കിൽ പത്തിരി തിന്നാം, പഴഞ്ചോറ് വേണമെങ്കിൽ പഴഞ്ചോറ് തിന്നാം, ചായ ഇടാം. എന്നിട്ട് നിനക്ക് എന്തിൻ്റെ അഹങ്കാരവാ? അത് ശരിയാ, എല്ലാം കിട്ടും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെയുള്ള ജീവിതം കിട്ടത്തില്ലല്ലോ. എനിക്ക് പറ്റത്തില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് പോകണം. ഏതവന്റെ കൂടെ ഇറങ്ങി പോയിട്ട് അവിടുന്ന് പിടിച്ചോണ്ടൊന്ന് കെട്ടിയേക്കുന്നവൻ നാണം കൊണ്ടോടാ നാറി. വല്ലവന്റെയും കൂടെ പോയപ്പോ അങ്ങ് പോട്ടെന്ന് വെക്കണം. ഈ നാട്ടിൽ പെൺപിള്ളേരില്ലാഞ്ഞിട്ടാണോ? അത് എങ്ങാണ്ട് കിടന്ന് അഴുക്ക കുടുംബത്തിന്ന് നാണവും മാനവും ഇല്ലാത്ത നായയൊക്കെ. എന്തിനാടാ വല്ലവന്റെയും കൂടെ പോയതിനെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയത് നീ? നിനക്ക് നാണമുണ്ടോ? ഓ, രാജകുമാരി വന്നതും മാളികപ്പുറത്ത് മണ്ടയ്ക്ക് കയറി അങ്ങ് ഇരുന്ന് കഥവ് അടച്ച്. അങ്ങനെയാണെങ്കിലേ എത്ര വട്ടം പോയവളെയാ അമ്മ പിടിച്ചോണ്ട് അളിയന്റെ തലയെ കെട്ടി വെച്ചത്? അതിനമ്മയ്ക്കൊന്നുമില്ലേ? വേണ്ടേ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് എന്റെ കാര്യം വലിച്ചഴിച്ചാലുണ്ടല്ലോ എന്റെ വായിരിക്കുന്ന കേക്കത്ത്. പെണ്ണിനെ അപമാനപ്പെടുത്തുന്നോ? നീ കൊള്ളാലോടാ. ഒരുത്തിയെ കണ്ടപ്പെട്ടേന് നിനക്ക് വീട്ടുകാര് അമ്മയും പെങ്ങളെ ഒന്നും വേണ്ടതായോടാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്റെ പാസ്റ്റിനകത്തിട്ട് കുത്തിച്ചേണ്ടരുത് എല്ലാം കൂടി. പിന്നെ ദേഷ്യം വരുത്തില്ലയോ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. അവൾ പോയെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവന്നു. അവൾ എല്ലാത്തിനും ക്ഷമ പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാ. അതൊക്കെ വിട്ടിട്ട് ചുമ്മാ അമ്മ ആവശ്യമില്ലാതെ എന്നെ ടോർച്ചറാക്കരുത്. കൊള്ളാടാ നീ ഒരുത്തി വന്ന് കയറിയപ്പോഴത്തേനും നിന്റെ സ്വഭാവവും സൗണ്ടും എല്ലാം അങ്ങ് മാറിയല്ലോടാ. നിനക്ക് നാക്കിന് ഇത്രയും നീളം വെച്ചല്ലോടാ. നിന്റെ പൈസ കണ്ടിട്ടാണ് അവളും അവിടെ അച്ഛനും ഒക്കെ നിന്റെ പുറയിൽ ഇങ്ങനെ വാലാട്ടി നടക്കുന്നത്. നീ അത് മറക്കണ്ട. നിനക്ക് പൈസ എന്ന് ഇല്ലാതാവുന്നോ അന്ന് അവളും ഇല്ലാതാവും. ആയിക്കോട്ടെ, എൻ്റെ കാശ് കണ്ടിട്ട് തന്നെ ആയിക്കോട്ടെ. അതെൻ്റെ ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് കാശുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വന്നത്. അത് അവരുടെ ബുദ്ധി. കാശില്ലാത്ത ഒരു വായി നോക്കിയുടെ കൂടെ പെണ്ണിനെ പറഞ്ഞു വിട്ട ആ കൊച്ചിന്റെ ജീവിതം എന്താവുമെന്ന് അവർക്കറിയാം. അവർ ബുദ്ധിയുള്ളവരാ. അവളും അവിടെ അച്ഛനും എൻ്റെ പുറകെ വന്നത് എൻ്റെ കാശ് കണ്ടിട്ട് തന്നെ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് തന്നെ കാണുന്നു. എല്ലാവരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്, കാശ്. അതുള്ളിടത്തോളം കാലം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് മേടിക്കും. ഇഷ്ടമുള്ള വണ്ടി മേടിക്കും, ഇഷ്ടമുള്ള സാധനം മേടിക്കും, ഇഷ്ടമുള്ള പെണ്ണിനെ മേടിക്കും. അത് എൻ്റെ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്.
പൈസ കൊണ്ടേ എല്ലാം നീ മേടിച്ചോ, പക്ഷെ പൈസ കൊണ്ടേ ഒരു പെണ്ണിന്റെ മനസ്സ് മേടിക്കാൻ പറ്റും നീ വിചാരിക്കണ്ട. നമുക്ക് നോക്കാം മേടിക്കാൻ പറ്റുമോ ഇല്ലയോന്ന്. റോക്കി ബായി വന്നേക്കുന്നു. എടാ രാജേഷ് എങ്ങനെയാടാ റോക്കി ബായി ആയത്? എല്ലാം എനിക്കറിയാം. ഈ പൈസ കൊണ്ട് എന്തും മേടിക്കാന്നും പറഞ്ഞ് ജീവിക്കുന്നതിനുണ്ടല്ലോ, നിനക്ക് എല്ലാം ഒരു ദിവസം നഷ്ടപ്പെടുമ്പോ നീ മോങ്ങോടാ, അന്ന് നിനക്ക് കാശും കാണത്തില്ല കയ്യില്, കേട്ടോടാ. ആയിട്ട് മനുഷ്യനെ ടോർച്ചർ ചെയ്ത് മൂടുകളല്ലോ. ഓ, സീത ഒറ്റയ്ക്കിരുന്ന് ക്ഷീണിച്ചു കാണും. കണ്ടുവോ എൻ സീതയെ സ്വർണ്ണത്താമര പോൽ. ആരെ വിളിച്ചോണ്ടിരിക്കുവാ? ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിക്കുമായിരുന്നു. കൂട്ടുകാരിക്ക് സുഖമാണോ? ആ, സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. സീത ഉറങ്ങാൻ സമയമായോ? ഞാൻ ലേറ്റ് ആണോ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് കിടക്കാല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി സീതേ? എന്ത് വേണമെങ്കിലും നിനക്ക് റോക്കി ബായ് ചേട്ടനോട് പറയാം. അല്ല, ഈ ഒരു ജീവിതം പെട്ടെന്ന് വന്നൊരു ലൈഫല്ലേ. എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് എന്തോ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് ഒന്നിച്ച് ജീവിക്കാനൊക്കെ. എനിക്ക് കുറച്ച് നാൾ ഒറ്റയ്ക്ക് ഇരിക്കണം. എനിക്ക് കുറച്ച് സമയം വേണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഓക്കെ ആവുന്നവരെ എപ്പോഴാന്ന് വെച്ചാൽ സമയം പോലെ പറഞ്ഞാൽ മതി. എനിക്കങ്ങനെ തിടുക്കമൊന്നുമില്ല. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ മോഹിച്ച് വന്നതാ, പോകാന്ന് പറഞ്ഞിട്ടൊന്ന് തിരിച്ച് വിളിച്ച പോലും ഇല്ല. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം. മാരണങ്ങൾ പോയോ ആവോ? ആരുമില്ല. അഭിലാഷിൻ്റെ അക്കൗണ്ട് എന്നെ ബ്ലോക്ക് ചെയ്തോ? കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. മഹാറാണി എണീറ്റോ? രാജാവ് എണീറ്റോ ആവോ? ചായ കൊടുക്കണ്ടായോ? എനിക്ക് ചായ വേണ്ട, കോഫി മതി. അയ്യോ, കോഫിയെ കുച്ചു മഹാറാണി. ഇവിടെ കഞ്ഞിയും കറിയും വെക്കാൻ വകയില്ലാത്തവളൊക്കെ വലിയ വീട്ടിൽ വന്ന് കേറിയപ്പോ പിന്നെ കോഫിയെ കൂച്ചു. ആരടി നീ ഒരുമ്പെട്ടവളെ? അമ്മേ, എന്തുവിടെ ഒരു ബഹളം? എന്തു പറ്റി സീതേ? എന്തുവിടെ പ്രശ്നം? എന്തുവാ? നിന്റെ ഭാര്യയ്ക്ക് കോഫി മതിയെന്ന് ഉറക്കപ്പായിന്ന് എണീറ്റ് വന്ന് എനിക്ക് ഓർഡർ തരുന്നടാ അവള്. വകയില്ലാതെ കിടന്നവളൊക്കെ ഇപ്പൊ വലിയ വീട്ടിൽ വന്ന് കയറിയപ്പോ ചായ വേണ്ട കോഫി വേണമെന്ന്. അവർക്ക് സ്പെഷ്യൽ ഒരു മെനു ഉണ്ടാക്കടാ. ഇനി ഒരു വേലക്കാരിയും വെച്ച് കൊടുക്ക്. ദേണ്ടേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്റെ ഭാര്യ ഇമാതിരി എന്തെങ്കിലും പറഞ്ഞ ഇത് ലാസ്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ അവള് ലക്ഷപ്രഭുവായ എന്റെ ഭാര്യയാണ്. ഇല്ലാത്തവളൊന്നും അവളെ വിളിച്ചേക്കല്ലോ. ഇനി അങ്ങനെ ഉണ്ടായ ഉണ്ണി അമ്മയും എൻ്റെ പെങ്ങളും ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകണം. അല്ലെ ഞാനും അവളും എങ്ങോട്ടെങ്കിലും പോകും. ഈ വീടും സ്ഥലവും വിറ്റിട്ട് സ്വസ്ഥത തരത്തില്ലയോ? എന്റെ മോനെ കൂടോത്രം കൊടുത്ത് മയക്കുകയും ഈ മൂദേവിയൊക്കെ എന്നെ പോലെ ഇന്ന് വരെ എൻ്റെ അടുത്ത് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ലേ? എന്റെ ഭഗവാനെ, ഇതിനെല്ലാം കിട്ടണേ. ഈ മുടിഞ്ഞവനെല്ലാം കിട്ടണേ. എന്റെ കണ്ണീരിന് ഇവൻ കണക്ക് പറയണേ. ഇവളും കണക്ക് പറയണേ. അഭിലാഷ് ഇപ്പം എവിടെ ആയിരിക്കും? അവന് വേറെ ഗേൾഫ്രണ്ടായി കാണുമോ? അവൻ ആ പൈസയും കൊണ്ട് അവൻ വേറെ കല്യാണം കഴിക്കുമോ? എനിക്ക് അവനെ വേണം. എനിക്ക് അവനില്ലാതെ പറ്റുന്നില്ല. അവനോട് സംസാരിക്കാതെ എനിക്ക് പറ്റുന്നില്ല.
ഹലോ ഹലോ അഭിലാഷേ